ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആര്യനും പ്രവീണും തമ്മിലെ വഴക്കിനിടയിൽ നീ പുതപ്പിനിടയിൽ കിടക്കുക അല്ലാതെ നീ ഇവിടെ എന്ത് കണ്ടന്റാണ് ഉണ്ടാക്കുന്നത് എന്ന ഒരു ടോപ്പിക്ക് അവിടെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു വഴക്കിനിടയിൽ മസ്താനിയും കയറി വരുന്നുണ്ട്, ജിഷിൻ കയറി വരുന്നുണ്ട്. ഇവരെല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ റെന ഫാത്തിമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പുതപ്പിനിടയിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് എന്താണ് എന്ന് ചോദിച്ച് മസ്താനിയും റെനയും തമ്മിൽ കൊമ്പ് കോർക്കുന്നുണ്ട്. അപ്പോഴാണ് മസ്താനി പറയുന്നത് തോന്നുന്നത്, കാരണം നീയും പുതപ്പിനിടയിൽ കിടക്കുമല്ലേ എന്ന് റെനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ റെന ഫാത്തിമ കരച്ചിലൂടെ കരച്ചിലായിരുന്നു. ഒന്നും പറയണ്ട, അല്ലറി വിളിച്ചുള്ള കരച്ചിലാണ് നമ്മുടെ റെന. ഈ റെനക്ക് അറിയാൻ കാരണം പറഞ്ഞാൽ ഇന്നലെയോ മിനിയാന്നാളോ മറ്റോ തോന്നുന്നു, ഈ റെന സ്ഥിരമായിട്ട് ജിസേലിൻ്റെ കൂടെ പുതപ്പിനടിയൊക്കെ കിടക്കുമായിരുന്നല്ലോ, മൂടി പോച്ച് കിടക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. ആ ഒരു കാര്യം നെഗറ്റീവായിട്ട്, അതായത് നടന്നു എന്നും അത് ആര്യനും ജിസേലും റെനയും ഒക്കെ പുതപ്പിനിടയിൽ മൂടിക്കിടക്കാറുണ്ട് എന്നുള്ള ഒരു മോശമായ രീതിയിലുള്ളൊരു ടോക്കാണോ വന്നത് എന്ന് കരുതിയിട്ട് ആണ് ഈ റെന കരഞ്ഞു വിളിക്കുന്നത്. പുറത്ത് വരുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റെനയുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ള പേടി കൊണ്ടാണ് റെന കരഞ്ഞത്. കാരണം പുറത്ത് വിവാഹം ഉറപ്പിച്ച ആളാണ് നമ്മുടെ റെന. ഇതിവരുടെ വിവാഹ ജീവിതത്തെ പോലും ബാധിക്കുമോ എന്നുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു നമ്മുടെ റെനയ്ക്ക്. നെഗറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും പേടിക്കാതിരിക്കത്തില്ലല്ലോ. അതാണ് ഇങ്ങനെ അലറി വിളിച്ചത് തന്നെ ഒന്ന് കരഞ്ഞത്. റെന ആ സമയത്ത് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ റെനയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള മോശമായ പെരുമാറ്റമോ പ്രവൃത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും, അതായത് ഈ റെന എല്ലാത്തിലും ഇങ്ങനെ എന്താ പറയുക എടുത്തടിച്ച പോലെ സംസാരിക്കുകയൊക്കെ ആണെങ്കിലും ആൾ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചർച്ചയിൽ പോലും എവിടെയും ഉണ്ടായിട്ടില്ല റെനയുടെ സ്വഭാവത്തെ പറ്റിയിട്ട്. ആകെ നമ്മുടെ റെനയെ കളിയാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജിസേലിൻ്റെ കാല് തടവിക്കൊണ്ട് നടക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ റെനയെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഈ ആര്യനും റെന ഫാത്തിമയും തമ്മിൽ ഇതുവരെ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. റെനയെ കൂടുതൽ നേരം ജിസേലിൻ്റെ അടുത്ത് കാണുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ഒരു കാര്യം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടു എന്ന് പറയുമ്പോൾ ശരിക്കും ആരായാലും ഒന്ന് പേടിച്ചു പോകും. അതാണ് സത്യം.